ഒരു വസ്തുവിനെ നമ്മൾ 12 കളങ്ങളാക്കി തിരിക്കും. അതില് വടക്ക് കിഴക്ക് വരുന്ന മീനൻ രാശിയിലാണ് കിണറിന് നമ്മൾ സ്ഥാനം കണ്ട് കിണർ കുഴിക്കുന്നത്. നമുക്ക് യാതൊരുവിധ അഭിവൃദ്ധിയുമില്ല. അപ്പൊ ആ വീട്ടില് നമുക്ക് പിരമിഡ് വാസ്തു ചെയ്യുകയാണെങ്കിൽ വീടിന്റെ എനർജി ലെവൽ തന്നെ മാറും. അതുവരെ മുടങ്ങി നിന്നിട്ടുള്ള പല അവസരങ്ങളും നമ്മളിലേക്ക് വരാനും തുടങ്ങും. നമസ്കാരം. ഏകദേശം 20 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റായ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, നമ്മൾ ഈ മണ്ണിട്ട് മൂടിയ കിണറിന്റെ മുകളിൽ വീട് വെക്കാം, അത് നല്ലതാണോ അതോ അത് ദോഷമുണ്ടാക്കുമോ? അതിനെ പറ്റി ഒന്ന് പറയാമോ? ഒരു കിണർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്തു വാങ്ങിച്ചപ്പോഴത്തേക്ക് ഒരുപാട് വസ്തുക്കളിൽ ഓൾറെഡി അവിടെ ഒരു കിണർ ഉണ്ടായിരിക്കും. അപ്പൊ ആ കിണർ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആ കിണർ നമ്മുടെ വാസ്തുപ്രകാരം നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഇടത്താണോ കിണർ നിൽക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ 12 തിരിക്കും, 12 കളങ്ങളാക്കി തിരിക്കും. കളങ്ങളാക്കി തിരിക്കുമ്പോൾ അതില് വടക്ക് കിഴക്ക് വരുന്ന മീനൻ രാശിയിലാണ് കിണറിന് നമ്മൾ സ്ഥാനം കണ്ട് കിണർ കുഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ വസ്തുവിനെ തിരിക്കുമ്പോൾ ആ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ആണോ ഈ കിണർ എന്നുള്ളത് നോക്കണം. അതല്ലെങ്കിൽ അത് ഈ പറയപ്പെടുന്ന ഈസ്റ്റിലും നോർത്തിലും വേണമെങ്കിൽ ആകാം എന്ന് പറയുന്നുണ്ട്. അവിടെ അല്ല നമുക്കത് വന്നാക്കുന്നെങ്കിൽ അതിന്റെ യഥാവിധി ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കിണറിനെ നമുക്ക് മൂടാം. അപ്പൊ കിണറിനെ മൂടുന്നതിന് മുമ്പ് ആദ്യം ഈ നമുക്ക് അനുയോജ്യമായ ഈ മീനം രാശിയിൽ ഒരു കിണർ കുഴിക്കണം. കിണർ കുഴിച്ചതിന് ശേഷം നമുക്ക് ഈ മറ്റേ കിണർ മൂടാവുന്നതാണ്. അത് യഥാവിധി മൂടണം. ചുമ്മാ വേസ്റ്റും മറ്റ് ചപ്പുചവറുകളും ഇട്ടെന്നല്ല, അതിന്റെ ഒരു ദിവസമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കിണർ മൂടണം. മൂടിയതിന് ശേഷം നമുക്ക് വീട് വെക്കാം. വീട് വെക്കുമ്പോൾ നമ്മൾ കിണർ മൂടിയതിന്റെ മുകളിലാണ് വീട് വെക്കുന്നതെങ്കിൽ ആ മണ്ണിന്റെ ഉറപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായി? കാരണം അവിടെ നിന്നുള്ള നമ്മൾ വെക്കുമ്പോഴത്തെ ഫൗണ്ടേഷൻ മറ്റൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം വീട് വെക്കാൻ. വീട് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതേസമയം ഭൂമിക്ക് അടിയിലുണ്ടാകുന്ന ചില ജിയോപതിക് സ്ട്രെസ്സുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങളും കൂടെ വീടിന്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളിൽ അത് വരുന്നുണ്ട്. വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെ, വീട്ടിൽ താമസിക്കുമ്പോൾ ഈ വ്യക്തിയുടെ അഭിവൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലർക്ക് ചില റൂമിനകത്ത് കിടന്നാൽ ഉറക്കം ശരിയാവത്തില്ല. നമുക്ക് തന്നെ അറിയാൻ പറ്റും, ചില റോഡുകളിൽ ഒരു പ്രത്യേക ഏരിയയിൽ സ്ഥിരമായിട്ട് ആക്സിഡന്റുകൾ സംഭവിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ജിയോപതിക് സ്ട്രെസ് കൊണ്ടാകാം അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യനൊരു ഓറ ഉണ്ടെന്ന് പറയുമല്ലേ, അതുപോലെ വീടിന്റെ ഒരു ഓറ ഉണ്ടാക്കാനും ഓൾറെഡി ഒരു ഓറ ഉണ്ട്. പക്ഷെ ആ ഓറയെ ഹൈ എനർജി ആക്കി മാറ്റാൻ, അപ്പൊ നമുക്ക് ഒരു വീടിന്റെ അതാത് സ്ഥലങ്ങളിൽ അതിന് ചില കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. അതിന് ചില യഥാവിധി ചില സ്ഥലങ്ങളിൽ കൃത്യമായിട്ടും പിരമിഡുകൾ സ്ഥാപിക്കും. അതിനോടൊപ്പം മറ്റു പല സാധനങ്ങളും അതിനോട് ആഡ് ചെയ്തിട്ട് അത് ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി, ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് വീട് വെച്ച് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് യാതൊരുവിധ അഭിവൃദ്ധിയുമില്ല. അപ്പൊ ആ വീട്ടില് നമുക്ക് പിരമിഡ് വാസ്തു ചെയ്യുകയാണെങ്കിൽ വീടിന്റെ എനർജി ലെവൽ തന്നെ മാറും. അതിനകത്ത് ഇരിക്കുന്നവരുടെ എനർജി തന്നെ മാറും. നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും. നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇതും ഉണ്ടാവും. നമ്മുടെ ബോധം തെളിയും, നമ്മുടെ ബുദ്ധി തെളിയും. മനസ്സിലായില്ലേ? നമ്മൾ നല്ലപോലെ ആക്റ്റീവ് ആവും. മാത്രമല്ല അതുവരെ മുടങ്ങി നിന്നിട്ടുള്ള പല അവസരങ്ങളും നമ്മളിലേക്ക് വരാനും തുടങ്ങും. അപ്പൊ പിരമിഡ് വാസ്തു ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സർ, ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓൾറെഡി വീട് വെച്ചവരാകാം, മെജോറിറ്റി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിവില്ലാതിരുന്ന സമയത്ത് ഒരു പക്ഷെ മൂടിയ കിണറിന്റെ മുകളിൽ അങ്ങനെ മൂടിയിട്ടായിരിക്കും അവര് വീട് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം അതൊക്കെ നമുക്ക് പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വീടിന്റെ ആ ഒരു ബലക്ഷയത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വീടിന്റെ എനർജി ലെവലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോസ്പെരിറ്റി കുറവ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട് പോയി കൃത്യമായിട്ടും വാസ്തു ഫംഗ്ഷൻ കൺസൾട്ട് ചെയ്ത് അതിനോടൊപ്പം തന്നെ പിരമിഡ് വാസ്തുവും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീടിന്റെ ഹൈ എനർജിയിലേക്ക് കൊണ്ടുവരാനും വീട്ടിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാക്കാനും പിരമിഡ് വാസ്തുവിലൂടെ സാധിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ, വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ബാധിക്കുന്ന രീതിയിൽ വരാമോ? അല്ല, ഇത് വ്യക്തിയെ ബാധിക്കുന്ന രീതിയിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുങ്ഷോ പ്രകാരം വീടിന്റെ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പൊ ഒരു വീട് ഇപ്പൊ ഒരു ആൾ എന്നെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നു, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആളാണ്, എനിക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലമാണ്, എവിടെയോ ആയിക്കോട്ടെ, അതിപ്പോ ദുബൈയിലോ ആയിക്കോട്ടെ, മലേഷ്യയിലോ ആയിക്കോട്ടെ, ബോംബെയിലോ ഡൽഹിയിലോ കേരളത്തിലോ എവിടെ ആയിക്കോട്ടെ, നമ്മൾ ഈ വീട്ടിൽ ചെന്നിട്ട് ഈ
വീട്ടിലെ ഈ വ്യക്തിയുടെ പേര് മാത്രം എനിക്ക് അറിയാം. നമ്മളെ കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് കൺസൾട്ടിംഗ് സാർ വരണം, അപ്പൊ നിങ്ങളുടെ സ്ഥലം അവിടെ, എന്റെ സ്ഥലം ഇന്നടുത്താണ്. അപ്പൊ ആ സ്ഥലവും ഇട്ടുണ്ട്, അവർ തരുന്ന ലൊക്കേഷനിൽ നമ്മൾ ആ സൈറ്റിൽ ചെല്ലുന്നു. സൈറ്റിൽ ചെന്നിട്ട് ആ വീടിന്റെ കൃത്യം അവിടെ ചെല്ലുമ്പോൾ തന്നെ വീടിന്റെ ഒരു എനർജി നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ വീട് 4 സൈഡിൽ നോക്കി, വീടിന് അകവും നോക്കി, വീടിന്റെ പ്ലാനും എല്ലാം എടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ, അവരൊന്നും പറയുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ടും അവരുടെ അടുത്ത് അങ്ങോട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ കുറെ നീറുന്ന അല്ലെങ്കിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് നമ്മളോട് പറയാനാണ് അവർക്ക് കൂടുതൽ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഒന്നും ചോദിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇതാണ്, പുള്ളിയെ ഞാൻ കൺസൾട്ടിങ്ങിന് വിളിച്ചിട്ട് പുള്ളി എന്റെ അടുത്ത് ഒരു കാര്യം പോലും ചോദിച്ചില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാതെ പ്ലാൻ എല്ലാം എടുത്ത് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റും. അങ്ങോട്ട് പറഞ്ഞു തീരുമ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത്, സാറേ ഈ കാര്യങ്ങൾ തന്നെയാണ് സാറിന്റെ കൂടെ പറയാനായിട്ട് എന്ന് പറയും. ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇത് പ്രകാരം നമ്മൾ ആദ്യം എന്താ നിങ്ങളുടെ പ്രശ്നം, അപ്പൊ അവർ ആ പ്രശ്നം പറയും. പ്രശ്നം പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ഇത് എല്ലാം പ്ലാൻ എല്ലാം എടുത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇതുകൊണ്ടാണ് ഇന്ന പ്രശ്നം നിങ്ങൾക്ക് വന്നത്, ഇത് ചെയ്താൽ ഈ പ്രശ്നം നിങ്ങൾക്ക് മാറും. അങ്ങനെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതെ, അപ്പം എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി കാണും, സാറിന് ഡയറക്റ്റ് കൺസൾട്ട് ചെയ്താൽ നിങ്ങളുടെ ഡൗട്ട്സിന് കുറച്ചുകൂടെ ക്ലാരിറ്റി സാറ് നേരിട്ട് തരുന്നതായിരിക്കും. അതിനുവേണ്ടി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ചെയ്യുക. നിങ്ങൾക്ക് അതുകൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും എപ്പിസോഡ്സിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ തുടർന്നുള്ള എപ്പിസോഡ് അതിനായി കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.